ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ രഹസ്യത്തിൽ കാണുന്നൊരപ്പനുണ്ടെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുവാൻ വചനം നമ്മളെ വിളിക്കുകയാണ്. രഹസ്യത്തിൽ കാണുന്നൊരപ്പൻ. രഹസ്യങ്ങളൊക്കെ അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ രഹസ്യമായതൊക്കെ നിരന്തരം കണ്ടുകൊണ്ട് കൂടെയായിരിക്കുന്ന ഒരപ്പനുണ്ടെന്നൊരു ബോധമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ഇങ്ങനെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോടുകൂടെ ആയിരിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈശോ യഹൂദ മതജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളെ ഒന്ന് പുനർവ്യാഖ്യാനിക്കുകയാണ്. യഹൂദ ജീവിതത്തിലെ സുപ്രധാനമായ ഒന്നാണ് ദാനധർമ്മം കൊടുക്കുക. എന്താണ് ഈ ദാനധർമ്മം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ദൈവം നൽകിയ നന്മകൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുന്നതിൻ്റെ പേരാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. ദൈവം നൽകിയത് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരാൾ ആനന്ദിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ദാനധർമ്മം എന്ന് പറയുന്നത്. ക്രിസ്തു പ്രഘോഷിച്ചതും വിലമതിച്ചതും വചനത്തിൻ്റെ താളുകളിൽ ഇന്നും ആഘോഷിക്കപ്പെടുന്നതും അപ്രകാരമുള്ള കൊടുക്കലുകളാണ്. പഴയ നിയമത്തിൽ നമ്മൾ സറപ്തായിലെ ഒരു വിധവയെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. എലിയ പ്രവാചകൻ വിശന്ന് ചെന്നിട്ട് ആ ദാരിദ്ര്യത്തിൻ്റെയും കഠിനമായ ക്ഷാമത്തിൻ്റെയും കാലത്ത് ഒരു വിധവയുടെ ഭവനത്തിലെത്തിയാണ് ഒരു നേരത്തെ ആഹാരം ചോദിക്കുന്നത്. കലത്തിലെ അവസാനമാവും കുഴച്ച് കഴിച്ചിട്ട് അന്ത്യത്താഴം കഴിച്ചുറങ്ങാൻ അത് നിത്യമായ ഉറക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും അടുത്താണ് എത്തുന്നത്. ആ സ്ത്രീ പറയുന്നുണ്ട്, ഇതല്ലാതെ ഒന്നുമില്ല. എന്നിട്ടും അവൾ അത് പങ്കുവെച്ചു കൊടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഇന്നും ഒരു ജനത വിശ്വാസത്തോടുകൂടെ ആർജവത്വത്തോടെ വായിക്കുന്നത് ഈ ദരിദ്രയായി വിധവ കൊടുത്തതിൻ്റെ കഥയാണ്. അതുകൊണ്ട് ഓർക്കണം, കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ ആഘോഷമാണ്. എന്നാൽ യഹൂദൻ ഇതൊരു സ്വയം പുകഴ്ചയുടെ നിമിഷങ്ങളാക്കി മാറ്റുകയാണ്. ദാനധർമ്മം കൊടുക്കുമ്പോൾ തൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിച്ചു പോകുമ്പോൾ ക്രിസ്തു അതിനെ തിരുത്തുകയാണ്. നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. രണ്ടാമത് യഹൂദന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ പ്രാർത്ഥന എന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തെ കേൾക്കാനായിട്ട് കഴിയുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. ദൈവത്തോന് നമ്മളോടൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട്. ആ ദൈവസന്നിധി ഇരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേൾക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. എന്നാൽ നമുക്ക് പലപ്പോഴും പ്രാർത്ഥന എന്നത് ചില അധരത്തിൻ്റെ വ്യായാമമായിട്ടും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനെ കൂട്ട് ചെയ്തുകൊണ്ട് ക്രിസ്തു പറയും, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുകയാണ്. പ്രാർത്ഥനകളൊക്കെ ചെറും അധരത്തിൻ്റെ വ്യായാമങ്ങളായിട്ട് മാത്രം മാറ്റപ്പെടുകയാണ്. യഹൂദ ജീവിതത്തിലും ഇപ്രകാരമായിട്ട് മാറി. അമിതമായ വാക്ചാതുര്യം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇവർ മാറുകയാണ്. ഈശോ അതിനെ തിരുത്തുകയാണ്. അങ്ങനെ ആകരുത്. 3-ാമത്തേത് ഉപവാസമാണ്. എന്താണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തോടു കൂടെ ആയിരിക്കുക. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. എന്നാൽ പലപ്പോഴും ഈ ഉപവാസം അവർക്കത് തങ്ങളെന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് ലോകത്തോട് കാട്ടിക്കൊടുക്കുവാനുള്ള വ്യഗ്രതയായിട്ട് മാറിയപ്പോൾ ഈശോ തിരുത്തുകയാണ്. ഉപവസിക്കുമ്പോൾ നീ ആനന്ദിക്കുന്നവനാകണം. കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതിൻ്റെ ആനന്ദമാണെന്ന് വചനം പറയുമ്പോൾ ഈ ആനന്ദിക്കുന്ന നിമിഷങ്ങളാണ്. എന്തൊക്കെയോ ഉപേക്ഷിക്കുമ്പോൾ അത് ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ടുള്ള നിമിഷങ്ങളായിട്ട് മാറണം. ഇങ്ങനെ യഹൂദ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഏത് കാര്യവും
രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറയും. ഒന്നാമതായിട്ട്, ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടി കിട്ടും. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പേരും പ്രശസ്തിയുമൊക്കെ ആളുകൾ അറിയണമെന്നൊരു വ്യഗ്രത, അതെനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാം. രണ്ടാമതൊന്നുണ്ട്, ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി കിട്ടും. അവൻ്റെ നാമം മഹത്വപ്പെടണം, അവൻ്റെ നാമം പൂജിതമാകണം. എൻ്റെ വാക്കിലും പ്രവൃത്തിയിലൂടെ ദൈവം മഹത്വപ്പെടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാകുന്നത്. അവിടെ നമ്മളെ നോക്കി ധൂർത്തപുത്രന്റെ കഥയിൽ കഥ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, എൻ്റേതെല്ലാം നിൻ്റേതല്ലേ, എൻ്റേതെല്ലാം നിൻ്റേതല്ലേ. ദൈവം തരുന്നൊരു ഉറപ്പതാണ്. ദൈവത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇടപെടാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരാൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്, എൻ്റേതെല്ലാം നിൻ്റേതല്ലേ. എന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു നെഞ്ചിലൊരു ആകുലതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഒരു രാജ്യത്ത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഭീകരത നെഞ്ചിൽ പെടാത്തതായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും ഉണ്ടാകില്ല. ഇവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ചില ഓർമ്മകളൊക്കെ നമ്മളെ ഇങ്ങനെ അല്ലാതെ അലട്ടുന്നുണ്ടാകും. നമുക്ക് അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. വിശ്വാസത്തോടൊന്ന് പറയാൻ കഴിയട്ടെ, അത്യുന്നതന്റെ സംരക്ഷണം അവർക്കുണ്ടാകും. എല്ലാറ്റിൻ്റെയും മേൽ അത്യുന്നതന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഒന്ന് ഏറ്റു പറയാനുള്ളൊരു ദിവസം കൂടായിട്ട് നമുക്ക് ബലിയർപ്പണം മാറ്റണം. അവിടെ നമ്മളെ നോക്കി തമ്പുരാൻ പറയും, എൻ്റെതെല്ലാം നിൻ്റേതാണ്, എൻ്റെതെല്ലാം നിൻ്റേതാണെന്നൊരു ബോധ്യം അവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടൊരു 22 വർഷം പരിചയപ്പെട്ട, ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഫോണിലൂടെ മാത്രം സംസാരിച്ചൊരു മനുഷ്യനുണ്ട്. ഇതിൻ്റെ ഇടവകയിൽ കൊച്ചനായിട്ടിരിക്കുന്ന സമയത്താണ്. ഇടവകയിൽ 2 പാവപ്പെട്ട സ്ത്രീകൾ, ഇരട്ടകളാണ്. ഏതാണ്ട് വാർദ്ധക്യമെത്തി, വിവാഹമൊന്നും കഴിച്ച് വിട്ടിട്ടില്ല. ഒരു കുഞ്ഞു മുറിയിലിങ്ങനെ ജീവിക്കുകയാണ്. അതിനും സഹായിച്ചൊക്കെ ഇവർ ജീവിക്കുന്ന ഇടവകയും സഹായിക്കുന്നുണ്ട്. ഒരു ദിവസം അവരെ ആ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഉടമ ഇറക്കി വിടുകയാണ്. 2 പേരും കൂടെ വഴിയോരത്തിങ്ങനെ നിൽക്കുകയാണ്. 2 രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിവിടെ നിന്നു. അതിനിടെ പത്രക്കാരൊക്കെ അതിലെ വന്നു ഇവരുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വാർത്തയൊക്കെ പത്രത്തിൽ പിറ്റേ ദിവസം ഇടുകയുണ്ടായി. എന്നൊരു യാത്രയായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഇടവകയിൽ 1-2 പേര് വന്ന് വെച്ചാൽ ഇന്ന പോലെ സംഭവിച്ചു. പെട്ടെന്ന് അവിടെ ചെന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചവരെയും കൊണ്ട് നമുക്ക് ആലപ്പുഴയിൽ പുന്നപ്പുറയിൽ ഒരു പൂർവ്വമുണ്ട്, അവിടെ കൊണ്ടാക്കി. അച്ഛനെ കൊണ്ട് ഏൽപ്പിച്ചു. അച്ഛൻ നോക്കിക്കാണാമെന്നൊക്കെ പറഞ്ഞു തിരികെ പോന്നു. പിറ്റേ ദിവസം പത്രക്കാരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർ ഇന്ന സ്ഥലത്തെത്തി എന്നൊക്കെ അറിഞ്ഞു. അവരതിനെ വാർത്തയാക്കി മാറ്റി. ആര് കൊണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു വലിയ വാർത്തയൊക്കെ ആയി. അവരത് ആഘോഷിച്ചു. സത്യത്തിൽ ഈ പത്രവാർത്ത വായിച്ചിട്ടൊന്നുമാണ് ഞാനിവരെ കൊണ്ടാക്കിയത്. ഇടവകയിൽ ആളുകളൊന്ന് പറഞ്ഞു ഇവരെ കൊണ്ടാക്കി. ആ കഥ അവിടെ അവസാനിക്കേണ്ടതാണ്. എന്നാൽ പത്രവാർത്ത വായിച്ചാണ് അച്ഛനത് കൊണ്ട് അവിടെ കൊണ്ടാക്കിയെന്ന് അവരതങ്ങ് ആഘോഷിച്ചു. ഏതായാലും അതൊരു നന്മയായിട്ട് മാറുകയാണ്. ഈ വാർത്ത വായിക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഒരു 3 മാസക്കാലം കൂടി ഇരിക്കുമ്പോഴൊക്കെ ആ പൂർ ഹോമിൽ ചെല്ലും. ഇവർക്ക് ആവശ്യമുള്ള പണം അവിടെ കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ഓഫീസിലിരിക്കുന്ന ആളിനോട് പറയും, ഇന്ന അച്ഛൻ തന്നുവിട്ടതാണ്. ഇദ്ദേഹം പുറത്തിറങ്ങി ഏതെങ്കിലും ബൂത്തിൽ കയറിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഞാൻ ഇത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏതാണ്ട് വർഷങ്ങളോളം കടന്നു. അങ്ങനെ ഇരിക്കും. ഒരിക്കലേ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ അച്ഛനുമായിട്ട് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞ, അച്ഛൻ കൊടുത്തു വിടുന്ന പൈസയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആര് കൊടുത്തു വിട്ടു? എനിക്കൊരു പുതിയ അറിവാണ്, ഞാനാണിത് കൊടുത്തു വിട്ടത്. ഞാൻ പറഞ്ഞു, അച്ഛനെ ഏതാണ്ട് 3 വർഷമായിട്ട് ഇത്രയൊക്കെ പൈസ തരാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എനിക്കറിയില്ല. ഇദ്ദേഹം പിന്നീട് ഒരു തവണ കൂടെ കൊടുത്തതിന് ശേഷം എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ പാത്തേ ഒളിച്ചേ കളിക്കുന്നത്? ഒന്ന് നേരിട്ട് കണ്ടുകൂടെ? എൻ്റെ പേരിലാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അച്ഛാ ഞാൻ അച്ഛനെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്, അച്ഛൻ എന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് നേരിൽ സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇങ്ങനെ തന്നെ പോട്ടച്ച, അച്ഛൻ കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോട്ടെ, എനിക്കൊറ്റ കാര്യം മതി, അവർ സന്തോഷമായിട്ട് ജീവിക്കണം. ദൈവമറിഞ്ഞ് ആരുമറിയാതെ കൊടുക്കുമ്പോഴാണ്
എൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടാകുന്നത്. ദൈവമറിഞ്ഞ് ആരുമറിയാതെ കൊടുക്കുമ്പോഴാണ് എൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടാകുന്നത്. 2015 ഈ സ്ത്രീകൾ മരണമടയുന്നത് വരെ അദ്ദേഹം അവരെ സഹായിച്ചിരുന്നു. ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് കൊടുക്കൽ എന്ന് പറയുന്നത്. ദൈവമറിഞ്ഞ് മനുഷ്യനറിയാതെ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുന്ന മനുഷ്യരാണ്. നമ്മളിന്ന് കുർബാനയിൽ തുടർന്ന് പ്രാർത്ഥിക്കും. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്ക് ബലിയർപ്പിക്കുമ്പോൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു മനോഭാവത്തോടെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും പ്രസാദിപ്പിക്കുവാൻ കൃപയ്ക്കായി നമുക്ക് ബലിയുടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.